കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നടന്നുപോയവനെ പറത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പോസ് നടന്നാണ് പോയത്. അത് ദൈവം പറഞ്ഞ്, പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ഫിലിപ്പോസിനോട് ഒരു ഷണ്ടൻ്റെ അടുത്തേക്ക്, എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ്റെ അടുത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഗാസയിലേക്ക് പോകുന്നു. ആ കൃത്യം നിർവഹിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ, എങ്ങനെയാണ് വചനം പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയിന്ന്, അവനെ മറ്റുള്ളവർക്ക് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അവനെ എടുത്തുകൊണ്ടുപോയി, പറത്തിക്കൊണ്ടുപോയി. ഈ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത്, സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു. അതായത് ഷണ്ടൻ യാത്ര തുടർന്നു. താൻ അസോത്തോസിൽ എത്തിയതായി ഫിലിപ്പോസ് കണ്ടു. അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഫിലിപ്പോസിന് അറിഞ്ഞുകൂടാ. ഫിലിപ്പോസിനെ ദൈവം കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന ചില സംഭവങ്ങൾ, നടന്നു പോകുന്ന അവസരങ്ങളിൽ കാലതാമസം ഒരുപാട് വരാം. പക്ഷെ ദൈവത്തിന് സുവിശേഷ വേലയിൽ കാലതാമസം ആഗ്രഹിക്കുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി കാലവിളംബം വരുത്താൻ പാടില്ല എന്ന് ഈ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഗാസായിൽ നിന്ന് ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് അസത്തോസിൽ കൊണ്ട് എത്തിക്കുകയാണ്, സംവഹിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെങ്കിൽ ദൈവവചനത്തിൽ, ദൈവ ശുശ്രൂഷയിൽ കാലവിളംബം വരുത്താതെ നാം അത് എത്രയും പെട്ടെന്ന് സുവിശേഷം പ്രസംഗിക്കുകയും സുവിശേഷത്തിൽ ജീവിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കുന്നു, ധ്യാനം മാറ്റിവെക്കുന്നു, കുമ്പസാരം മാറ്റിവെക്കുന്നു, കുർബാന മാറ്റിവെക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആത്മീയ കാര്യങ്ങൾ നീ മാറ്റിവെക്കാനുള്ളതല്ല, നീ ഉടനെ ചെയ്യാനുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നൊന്ന് ആവശ്യപ്പെടുന്നു. അപ്രകാരം ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ആത്മീയ കാര്യങ്ങൾ മാറ്റിവെക്കുന്നൊരു പ്രവണത ഞങ്ങൾക്കുണ്ട്. ആത്മീയ കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്നാണ് എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉടനെ ചെയ്യാനാണ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സമയം ഏറെ വൈകി, ഉടനെ ചെയ്യുവാൻ ദൈവം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഈശോയിൽ ആശ്രയിച്ച് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.